ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരങ്ങൾക്ക് നാളെ അനന്തപുരിൽ തുടക്കമാവും. ഇന്ത്യ എ, ഇന്ത്യ ഡിയും ഇന്ത്യ ബി, ഇന്ത്യ സിയും തമ്മിലുള്ള മത്സരങ്ങളാണ് നടക്കുക. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടീമുകളിൽ വ്യാപക മാറ്റങ്ങളുണ്ടായിരുന്നു. മലയാളി താരം സഞ്ജു സാംസണ് ഡി ടീമിൽ നിർത്തിയിരുന്നു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീം നാളെ മായങ്ക് അഗർവാൾ നയിക്കുന്ന എ ടീമിനെ നേരിടും. സഞ്ജുവിന് കളിക്കാനുള്ള അവസരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇഷാൻ കിഷന് പകരം ടീമിലെത്തിയ സഞ്ജു സാംസണ് ആദ്യ മത്സരത്തിൽ അവസരം ലഭിച്ചിരുന്നില്ല. KS ഭരത്തായിരുന്നു വിക്കറ്റ് കീപ്പർ. എന്നാൽ രണ്ട് ഇന്നിംഗ്സിലും താരത്തിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ 13 റൺസിന് പുറത്തായ ഭരത് രണ്ടാം ഇന്നിംഗ്സിൽ 16 റൺസ് എടുത്തും മടങ്ങി. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ഭരതിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. സഞ്ജുവിന് ഫോമിലെത്താൻ സാധിച്ചാൽ ടെസ്റ്റ് ടീമിലും എൻട്രി ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ സഞ്ജു ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതേസമയം ദുലീപ് ട്രോഫിക്കുള്ള 3 ടീമുകളിൽ കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയിരുന്നു. ഇന്ത്യ എയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, ധ്രുവ് ജൂറൽ, കുൽദീപ് യാദവ്, ആകാശ് ദീപ് എന്നിവർക്ക് പകരം പ്രഥം സിംഗ്, അക്ഷയ് വാഡ്കർ, SK റഷീദ് എന്നിവരെ ഉൾപ്പെടുത്തി. കുൽദീപിന് പകരം ഇടംകൈയൻ സ്പിന്നർ ഷംസ് മുലാനിയും ആകാശ് ദീപിന് പകരം ആഖിബ് ഖാനും ടീമിലെത്തും. മായങ്ക അഗർവാളാണ് ഇനി ടീമിനെ നയിക്കുക. ബി ടീമിൽ ഉൾപ്പെട്ട യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് എന്നിവർക്ക് പകരം സുയാഷ് പ്രഭുദേശായി, റിങ്കു സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തി. സർഫറാസ് ഖാൻ ദേശീയ ടീമിൽ ചേരുന്നതിന് മുൻപ് രണ്ടാം റൗണ്ട് മത്സരത്തിൽ കളിക്കും. യാഷ് ദയാലിന് പകരം ഹിമാൻഷു മന്ത്രിയും ടീമിലെത്തി. ഇന്ത്യ ഡിയിൽ അക്സർ പട്ടേലിന് പകരം നിശാന്ത് സിന്ധു കളിക്കും. പരിക്ക് മൂലം തുഷാർ ദേശ്പാണ്ഡെ രണ്ടാം റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് പുറത്തായതിനാൽ പകരം ഇന്ത്യ എയിൽ നിന്ന് വിദ്വത് കവേരപ്പയെ ടീമിലെത്തിക്കും. എന്തായാലും പ്ലേയിങ് 11-ൽ സഞ്ജുവിന് ഇടം ലഭിച്ചാൽ അത് സഞ്ജുവിനും ഏറെ ഗുണം ചെയ്യും. നിലവിൽ അവസരങ്ങൾ ലഭിക്കുന്നത് വീണ്ടും വളരെ കുറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലഭിക്കുന്ന അവസരങ്ങളിൽ മികച്ച ഫോമിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ മുന്നോട്ടുള്ള സഞ്ജുവിന്റെ കരിയറിനെ അത് മോശമായി ബാധിക്കും. IPL-ൽ പോലും സഞ്ജുവിന്റെ ഭാവി ചിലപ്പോൾ ചോദ്യചിഹ്നമായി മാറിയേക്കാം. കാരണം ടീമിൽ ഇനി പുതിയ കോച്ചാണ് ഉണ്ടാവുക. RRന്റെ കോച്ചായി രാഹുൽ ദ്രാവിഡ് സ്ഥാനം ഏറ്റെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല, മെഘാലയം നടക്കുന്നത് കൊണ്ട് തന്നെ ടീമിലേക്ക് ചിലപ്പോൾ പുതിയ താരങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഫോമിലേക്ക് സഞ്ജു തിരിച്ചെത്തിയിട്ടില്ല എങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത സഞ്ജുവിനുണ്ട്. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ.